ഞാൻ ഡോക്ടർ ആത്മാറ, ആയുർവേദിക് പ്രാക്ടീഷണർ ആറ്റിങ്ങൽ. ഒരു വ്യത്യസ്ത വിഷയവുമായിട്ടാണ് വരുന്നത്. പ്രേക്ഷകരുടെ അനവധി പേരുടെ അഭിപ്രായം അനുസരിച്ചൊരു ഔഷധ കൂട്ടി ഉണ്ടാക്കി അത് ആഹാരമായി ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞു. ഔഷധ ചമ്മന്തിയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. വിവിധതരം ചമ്മന്തികൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്നും വിഭിന്നമായ രീതിയിലുള്ള അനവധി ചമ്മന്തികളുണ്ട്. അതാകുമ്പോഴത്തേക്ക് അത് ഉപയോഗിക്കുന്നതിനുള്ള ഗുണം, വേവിക്കാത്ത ഭക്ഷണമായതുകൊണ്ട് വളരെ അധികം പോഷണം നമുക്കുള്ളിൽ ചെല്ലുകയും അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇത് ചമ്മന്തിയിൽ തെറ്റിപ്പൂവും അശോകപ്പൂവും അശോകത്തെറ്റിയും ഉപയോഗിച്ചുള്ള ഒരു ചമ്മന്തിയാണ്. ഇപ്പം വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഏകദേശം 5-10 മിനിറ്റിന് കൊണ്ട് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും. അതിനായി ആദ്യം വേണ്ടത് ഒരു പിടി ചുവന്നതോ വെള്ള നിറത്തിലുള്ള തെറ്റിപ്പൂ, അല്ലെങ്കിൽ അശോകത്തെറ്റി, അതല്ലെങ്കിൽ അശോകപ്പൂ, ഇതിലേത് വേണോ എടുക്കാം. എടുത്തവരെ അതിന് തണ്ടിൽ നിന്ന് എടുത്ത് ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിൽ താഴ്ത്തി വയ്ക്കണം. അതിൻ്റെ പിസ്റ്റ്യൂൾസ് അകത്തായിട്ട് സെപ്പൽസിൻ്റെയും പെറ്റൽസിൻ്റെയും ഇടയ്ക്കുള്ള അതിനകത്ത് വല്ല പുഴുക്കളോ പ്രാണികളോ ഉണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാണ്. അതിന് ശേഷം എടുത്തതിന് ശേഷം നല്ലതായി ചെറുതായി ഞെരിഞ്ഞിരി അരിഞ്ഞു വയ്ക്കുക. വെച്ചതിന് ശേഷം ഒരു പിടി തെച്ചിപ്പൂവിന് ഏകദേശം 1/4 മുറി തേങ്ങ തിരികൽ, ഒരു കൊച്ചുള്ളി, 1/4 സെൻറ്റിമീറ്റർ പച്ചമുളക്, 1/4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഇഞ്ചി. ഇത് ഇഞ്ചിയും പച്ചമുളകും അവസാനം ചതച്ച് ചേർത്താൽ മതി. തേങ്ങയും ഉള്ളിയും ഉപ്പും വടിയെ അരച്ചിട്ട് അതൊരു ബൗളിലേക്കിട്ട് അതിൽ ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന തെറ്റിപ്പൂ ഇട്ട് ഇളക്കി ചേർത്തതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകും ഒരു ചെറിയ ഇടികല്ലിട്ട് ഇടിച്ച് നല്ലവണ്ണം ചതച്ചതിന് ശേഷം ഇട്ട് ഇളക്കി ചേർത്ത് പാകത്തിന് ഉപ്പും ഇട്ട് കഴിക്കാം. വേണമെന്നുണ്ടെങ്കിൽ തൈര് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ പുളി കുറഞ്ഞ തൈര് ഒരു കരണ്ടി ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് ഏകദേശം കിച്ചടി രൂപത്തിലാവും. കിച്ചടിയാക്കുകയും ചെയ്യാം, ചമ്മന്തിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം ഏറ്റവും രക്തശുദ്ധീകരണം ആണ് ഈ തെറ്റിപ്പൂ. മാത്രമല്ല അശോകത്തെറ്റിയും അശോകപ്പൂവും ഗർഭാശയ സംബന്ധമായിട്ടുള്ള ഒരുവിധമുള്ള അസ്വസ്ഥതകൾക്ക്, കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവുക, ബ്ലീഡിങ് തീരെ ഇല്ലാതിരിക്കുക, അതായത് ഒരു ഹാർമോണൽ ബാലൻസിന്, ഈസ്ട്രജൻ്റെയും പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഒരു ബാലൻസിങ് ഏജൻ്റായിട്ട് തന്നെ ഈ തെറ്റിപ്പൂ, പ്രത്യേകിച്ച് അശോകപ്പൂ ഉപയോഗിക്കാവുന്നതാണ്. ഫുഡ് ആസ് വെൽ ആസ് മെഡിസിനായിട്ട് ഉപയോഗിക്കാം. വീട്ടിൽ തെറ്റിപ്പൂവോ അശോകത്തെറ്റിയോ അശോകപ്പൂവോ ഇല്ലാത്തവരായിട്ട് ആരും കാണുകയില്ല. നിത്യവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ടും ദോഷമില്ല. നല്ല ഒരു ഔഷധ ഗുണവുമാണ് ഉള്ളതാണ്. രക്തശുദ്ധീകരണം, അതേപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനം 10, 17, 18 വയസ്സായ പെൺകുട്ടികളുടെ മുഖക്കുരു ശമിക്കുന്നതിനും മാറാനും ഏറ്റവും നല്ലതാണ് നിത്യവുമുള്ള അശോകപ്പൂ കൊണ്ടുള്ള ചമ്മന്തി കഴിക്കുന്നത്. സ്ഥിരമായിട്ട് ഒരു മാസമെങ്കിലും കഴിക്കാൻ സാഹചര്യം കിട്ടുന്നവരാണെങ്കിൽ അത് നല്ലതാണ്. മുഖക്കുരു സ്പീഡിൽ തന്നെ അത് ക്രമേണ കുറഞ്ഞു വരികയും ചെയ്യും. ആയുർവേദത്തിൽ മുഖക്കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ത്യധാതുവായ ശുക്ലത്തിൻ്റെ മലമായിട്ടാണ് പറയുന്നത്. അത് അന്ന് അങ്ങനെ ആചാര്യൻ എഴുതി വച്ചിരിക്കുന്നത് ശുക്ലത്തിൻ്റെ മലം എന്നാണ് എഴുതിയിരിക്കുന്നത്. ശുക്ലം എന്ന് പറയുന്നത്
പുരുഷന് മാത്രമല്ല സ്ത്രീക്കും രണ്ട് കോമൺ വേർഡായിട്ടാണ് ഉപയോഗിക്കുന്നത് ശുക്ലം. ആ പ്രത്യേകിച്ചുള്ള ഹാർമോൺ ടെസ്റ്റോസ്റ്ററോണിൻ്റെയും ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ഒക്കെ ഒരു നിർവചനമായിട്ടാണ് ശുക്ല ധാതുവിൻ്റെ പ്രയോഗം ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കോമൺ വേർഡ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മൂക്കുരുണ്ട യുവാക്കൾ ഈ പൂ ഉപയോഗിച്ച് സ്ഥിരമായിട്ട് ചമ്മന്തി കഴിക്കേണ്ടതാണ്. വീട്ടിൽ നട്ട് വളർത്തുകയും അത് വെച്ച് ചമ്മന്തി സ്ഥിരമായിട്ട് കഴിക്കുകയും ചെയ്യും. ഒരു കൈ മതി ഒരു 2-3 പേർക്ക് കഴിക്കാനായിട്ട്, ഒരു കൈ പൂ മതി. ഈ ഷോർട്ട് വീഡിയോ അനേകം ആൾക്കാരുടെ അഭിപ്രായത്തെ മാനിച്ചിടുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.